ബി.ജെ.പിക്ക് നല്ല വോട്ടുകൾ ലഭിച്ചിരുന്ന സ്ഥലങ്ങളിൽ ഈ വോട്ടുകൾ നീക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന മണ്ഡലങ്ങളിലെല്ലാം ബി.ജെ.പി ആയിരുന്നു മുന്നിൽ, നേമത്തൊക്കെ മുന്നിലാണ്. ഇപ്പോൾ ആ നേമത്തെ ആ വോട്ട് വെച്ചിട്ട് അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നേമത്ത് മത്സരിക്കാൻ പോവാണ് ബി.ജെ.പി സംസ്ഥാന പ്രസിഡന്റ്. അപ്പോൾ നേമത്ത് നിന്ന് എത്ര വോട്ടാണ് പോയത്? 38,000 വോട്ട് മാറുകയാണ് നിയമമണ്ഡലത്തിൽ. 38,000 എന്ന് പറഞ്ഞ ഒരു അസംബ്ലി മണ്ഡലത്തിൽ ചെറിയ വോട്ടല്ല. 3000-നാണ് ജയിച്ചത്. ചെറിയ ശിവൻകുട്ടി ലാസ്റ്റ് ജയിച്ചത് 3000 വോട്ടിനാണ്. അപ്പോൾ 38,000 വോട്ട് എന്ന് പറഞ്ഞാൽ അതൊരു ഹ്യൂജ് നമ്പറാണ് ഒരു അസംബ്ലി മണ്ഡലത്തിൽ. അത്രയും വോട്ടർമാർ പോവുക, അതായത് ഒരു അസംബ്ലി മണ്ഡലത്തിലെ മൊത്തം വോട്ടർമാർ 1/3 വരെ വോട്ട്, അത്രയും വോട്ട് മാറുക എന്ന് പറഞ്ഞാൽ അതിന് എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അപ്പോൾ അത് കള്ളവോട്ടായിരുന്നു. കള്ളവോട്ടാണെങ്കിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, അതിന് തൊട്ട് മുമ്പ് 2021 ശിവൻകുട്ടി ജയിച്ചതിൻ്റെ തെരഞ്ഞെടുപ്പിൽ ഒക്കെ ബി.ജെ.പി എങ്ങനെയാണ് 2ാം സ്ഥാനത്ത് വന്നതെന്ന് നമുക്ക് മനസ്സിലാവുകയാണ്. അത്രയും വോട്ട് മാറുക എന്ന് പറഞ്ഞാൽ അത് വിശദീകരിക്കപ്പെടേണ്ടതുണ്ട്. ആര് വിശദീകരിക്കണം? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ബി.ജെ.പി അല്ല. ബി.ജെ.പിക്ക് പറയാം ഞങ്ങളുടെ വോട്ടല്ല, അത് കള്ളവോട്ടായിരുന്നു, ഞങ്ങൾ ചേർത്തതല്ല എന്ന് അവർക്ക് പറയാം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയണം ഇത്രയും വോട്ട് എങ്ങനെയാണ് വ്യാജ വോട്ടായി മാറിയത്, അവരിവിടുന്ന് മൈഗ്രേറ്റ് ചെയ്തതാണോ, അതല്ല താമസം മാറിയതാണോ, മരിച്ചു പോയതാണോ, ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വിശദീകരിക്കേണ്ടത്. ഇപ്പോൾ SAR തൊട്ട് മുമ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു വാർത്താ സമ്മേളനം നടത്തി, ഇത് വളരെ അടിപൊളിയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇത് കഴിഞ്ഞിട്ട് ഒരു വാർത്താ സമ്മേളനം നടത്തണ്ടേ? എന്താണ് ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയണ്ടേ? അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത്രയും വോട്ട് തിരുവനന്തപുരം ജില്ലയിലെ അസംബ്ലി മണ്ഡലങ്ങളിൽ നിന്ന് മാറിയതിനെക്കുറിച്ചുള്ള ഒരു വിശദീകരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്തുണ്ടാവണം. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ എനിക്ക് വോട്ടുണ്ടായിരുന്നില്ല, ഞാൻ വളരെ കഷ്ടപ്പെട്ട് എൻ്റെ വോട്ട് ചേർത്തിട്ടുണ്ട്, എൻ്റെ വോട്ടുണ്ട് എന്ന് ഞാൻ നേരെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഒന്ന്, നമുക്ക് വോട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കാൻ പറ്റും, എൻ്റെ വോട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കാൻ പറ്റുള്ളൂ. ഇത് ആരുടെയൊക്കെ വോട്ടാണ് ഇപ്പോൾ ഇതിൽ കയറിയിട്ടുള്ളതെന്ന് എങ്ങനെ അറിയും? ഇപ്പോൾ എൻ്റെ ബൂത്ത് എന്ന് പറഞ്ഞൊരു നഗരസഭയുള്ള ബൂത്താണ്. അവിടെ പരസ്പരം ആളുകൾ അങ്ങനെ പരസ്പരം അറിയണമെന്നില്ല, അയൽപക്ക ബന്ധങ്ങളൊക്കെ വളരെ കുറവായിരിക്കും. ഒരു വീട്ടു നമ്പർ പോലും ഇല്ലാത്ത വോട്ടർമാർ അതിലുണ്ട്. വീട്ടു നമ്പർ, കാരണം അവിടെ വീട്ടു നമ്പർ ഇല്ലാത്ത വീടുകൾ ഉണ്ടാവാനുള്ള സാധ്യത തുലവും കുറവാണ്, ഉണ്ടാവുകയില്ല. എങ്ങനെയാണ് വീട്ടു നമ്പറൊക്കെ ഇല്ലാതെ ഇത് വരുന്നത്? വീട്ടു നമ്പരേ ഇല്ലാത്ത ഒരു പേര്, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ പേര്, അല്ലെങ്കിൽ ഭാര്യയുടെ പേര് പുരുഷൻ്റെ ആണെങ്കിൽ അങ്ങനെ ചേർത്തിട്ടാണ് വോട്ട് കാണുന്നത്. അങ്ങനെ വ്യക്തതയില്ലാത്ത വോട്ടർ ലിസ്റ്റ് ഈ തീവ്ര പരിശോധന എന്ന് പറഞ്ഞ് വളരെ കുറഞ്ഞ സമയം കൊണ്ട് അങ്ങനെ ചേർക്കുമ്പോൾ അതിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ കേരളത്തിലായാലും പുറത്തായാലും വോട്ട് നീക്കുക എന്നതിനേക്കാൾ വ്യാജ വോട്ട് ചേർക്കുക എന്നുള്ളതാണ് ഈ വോട്ട് ചോരിയുടെ പ്രധാനപ്പെട്ട കാര്യം. വോട്ട് നീക്കുന്നതിനേക്കാൾ വ്യാജ വോട്ട് ചേർക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നഗരസ്വഭാവമുള്ള മണ്ഡലങ്ങളിലെ പ്രശ്നം, ഈ ഒരു ബൂത്ത് ഏജൻറ്റ്, ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ ഇത് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഫോളോ ചെയ്യുന്നുണ്ടെന്ന്. തീർച്ചയായിട്ടും എൻ്റെ ബൂത്തിരിക്കുന്ന സ്ഥലത്തെ CPM ബ്രാഞ്ച് കമ്മിറ്റിയോ അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകരോ ഒന്നും ഇത് ഫോളോ ചെയ്യുന്നില്ല എന്ന് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം.